സോ RBIന്റെ പുതിയ ഗൈഡ് ലൈൻ പ്രകാരം ഇനി മുതൽ നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷൻസ് ATM ത്രൂ ചെയ്യുന്ന ഓരോ വിഡ്രോയിലും 23 രൂപ വെച്ചിട്ട് ബാങ്കിന് ചാർജ് കൊടുക്കേണ്ടി വരും എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ട്രാൻസാക്ഷൻസ് ഒരു നിശ്ചിത കൗണ്ടിന്റെ മേലെ നമ്മൾ ATM ത്രൂ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന്റെ സൈഡിൽ നിന്ന് ഒരു ചാർജ് പിടിക്കും. അത് ചിലപ്പോൾ ആ ഒരു സമയത്തായിരിക്കില്ല, 2-3 മാസം കഴിഞ്ഞായിരിക്കും അവര് നമ്മുടെ ഇത് ഡിഡക്ട് ചെയ്യുക. ആ ഡിഡക്റ്റിന് നമ്മൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ കാണാനും പറ്റും. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഒന്നുകൂടെ ട്രാൻസ്പെറന്റ് ആക്കി ഡിക്ലെയർ ചെയ്തെന്നുള്ളത്, അതായത് നമ്മൾ നോൺ മെട്രോ സിറ്റീസിലുള്ള ആൾക്കാരാണെങ്കിൽ 5 തവണയിൽ കൂടുതൽ നമ്മൾ ATM ട്രാൻസാക്ഷൻസ് ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേലേക്ക് ഇരുന്ന ഓരോ വിഡ്രോയിലും 23 രൂപ വെച്ചിട്ടും, മെട്രോ സിറ്റീസിലുള്ളവർക്ക് 3 തവണയിൽ കൂടുതൽ അവർ ക്യാഷ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 23 രൂപ വെച്ചിട്ടും ബാങ്ക് ചാർജ് ചെയ്യും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് ഡിഡക്റ്റ് ആവും. ഈ 23 രൂപ എന്നുള്ളത് ബാങ്ക് ടു ബാങ്ക് ഓരോ ബാങ്കിന്റെ ഇതിനനുസരിച്ച് മാറും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിൻഡ് കമന്റ് കൊടുത്തേക്കാം. അതല്ല നിങ്ങൾക്ക് പേഴ്സണൽ DM വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജി കമന്റ് ചെയ്താൽ മതി. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഗ്ലിംസിലും അതേപോലെ തന്നെ ഫേക്ക് സാധനങ്ങളൊന്നും ചെന്ന് ചാടാതിരിക്കാം. പലരും ഇതേപോലെ പല സാധനങ്ങളും റീച്ചിന് വേണ്ടി പറയും. സോ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ RBIന്റെ പേജിൽ നിന്ന് കളക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഫോളോ ചെയ്ത് വെച്ചോ ലെറ്റ്സ് ടോക്ക് ടെക് എന്നുള്ള പേജ്. ഓക്കെ.